എം കെ ഹരിദാസ്, ഇവിടെ കോടികളുടെ നികുതി വെട്ടിപ്പ്, ലഹരി ഉപയോഗം, സമ്പദ് വ്യവസ്ഥയെ ആകെ തകിടം മറിക്കുന്ന രീതിയിലുള്ള സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങൾ, എന്തിന് എല്ലാത്തിനുമുപരി ഈ സംഘമാണ് തീരുമാനിക്കുന്നത് ആര് സിനിമയിൽ പ്രവർത്തിക്കണം വേണ്ട എന്നുള്ളത്. ഗുണ്ടായിസം തന്നെയാണ്. ഈ ഒരു മാഫിയ പല പേരുകളിൽ വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രമുഖരടക്കം ഇതിൽ ഉണ്ട് എന്നറിയുന്നുണ്ട്. 10 മുതൽ 15 വരെ ഇതിൽ അംഗങ്ങളുണ്ട് എന്നും ഹേമ കമ്മിറ്റി പറയുന്നുണ്ട്. എന്തായാലും ഈ മാഫിയ സംഘത്തെ നിയന്ത്രിക്കേണ്ടത് ആര്? ഈ മാഫിയ, അങ്ങനൊരു മാഫിയ സംഘം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കൈ കഴുകുമ്പോൾ, ഇങ്ങനെ ഇരുട്ടിൽ തപ്പുമ്പോൾ കൃത്യമായ അന്വേഷണം ഇവർക്കെതിരെ ഉണ്ടാകും എന്ന് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രത്യാശിക്കാനെങ്കിലും കഴിയുമോ? രോഹിണി, ഞാനൊരു സംശയം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ ലഹരി ഉപയോഗവും ഈ ലഹരി വിൽപ്പനയും കേരളം ഒരു ലഹരി ഹബ്ബായിട്ട് മാറിയിട്ടുള്ളതിനെ കുറിച്ചിട്ടും പറയുന്നത് കൊണ്ട് ഇത് മലയാള സിനിമയെ മാത്രം ഒതുക്കിയിട്ടുള്ള ഒരു ചർച്ചയാക്കാൻ അങ്ങനെ താല്പര്യമുണ്ടോ? അല്ല, മൊത്തത്തിലുള്ള കാര്യങ്ങൾ കാരണം ഒരുപാട് ഈ വിഷയങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് മറ്റതുണ്ട്. ഈ സർക്കാർ ഈ കേരളത്തിലെ ഇത്തരത്തിലൊരു ലഹരി ഹബ്ബായിട്ട് എങ്ങനെ മാറി എന്നുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അതെ, തീർച്ചയായും. പക്ഷേ നമ്മൾ പ്രത്യേകിച്ച് സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച മുന്നോട്ട് പോകുന്നേ ഉള്ളൂ. നമുക്കറിയാം, സമൂഹത്തിന്റെ ഒരു വലിയ വിപത്ത് തന്നെയാണ് ലഹരി ഉപയോഗം. പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ ലഹരി ഉപയോഗവും ഇടപാടുകളുമാണ് ഈ സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അതിന് കൃത്യമായി ഒരു സംഘം പ്രവർത്തിക്കുന്നുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരെ ഒന്ന് തൊടാൻ പോലും സർക്കാർ ഭയപ്പെടുന്നു. കൃത്യമായ ആരോപണം നമുക്കറിയാം. ഒരു സംവിധായകനും അയാളുടെ ഭാര്യയ്ക്കുമെതിരെയുള്ള ഒരു ആരോപണം വന്നിട്ട് പോലും സർക്കാർ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. ഇന്ന് ഏറ്റവും ഒടുവിലായി യുവമോർച്ച നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം ആരംഭിക്കും എന്നുള്ള ഒരു ഉറപ്പ് മാത്രമേ നൽകുന്നുമുള്ളൂ. എന്തുകൊണ്ടാണ് ഈ മാഫിയയെ തൊടാൻ സർക്കാർ ഭയക്കുന്നത്? അതുകൊണ്ടാണ് ഈ ചർച്ച ആ രീതിയിലേക്ക് നയിക്കുന്നത്. കാരണം മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഇത് ബോധപൂർവം തന്നെ എടുക്കുന്നില്ല. അവർക്ക് മസാല കഥകൾ പെരുപ്പിക്കുന്നതിൽ വലിയ താല്പര്യമാണ്. പക്ഷേ ഈ ലഹരി ഉപയോഗവും മദ്യപാനവും അതിന്റെ അടിമയാക്കപ്പെടുന്ന പെൺകുട്ടികളുടെ എണ്ണവും ഒക്കെ വലിയ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് സിനിമാ മേഖലയിലെ ഈ ലഹരി ഉപയോഗം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എം കെ ഹരിദാസ്, തീർച്ചയായിട്ടും അത് പറയുമ്പോൾ തന്നെ ഈ സർക്കാരിന്റെ ഇത്തരം കാര്യങ്ങളിൽ ഈ സർക്കാർ കാണിക്കുന്ന പിടിപ്പുകേടിനെ കുറിച്ചുകൂടി ഞാൻ പറയുമ്പോൾ അതൊരു തെറ്റായിട്ട് കാണരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നോക്കി നോക്കൂ, ഈ ആഷിഖ് അബു ഒക്കെ ഒരു ഇടതുപക്ഷ സഹയാത്രികന്റെ പരിവേഷം എടുത്തിട്ട് അണിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ ഈ ആഷിഖ് അബുവിന്റെ ഭാര്യയ്ക്കും ഒക്കെ എതിരായിട്ട് ചെറുവിരലനക്കാൻ ഈ സർക്കാരിന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷെ ഈയിടെ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയ്ക്കെതിരായിട്ടും സർക്കാരിനെതിരായിട്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള വാക്പ്രയോഗങ്ങളൊക്കെ കേവലം നാടകങ്ങളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. 50,000 കോടി രൂപയുടെ സിന്തറ്റിക് ഡ്രഗും അത്ര തന്നെ കഞ്ചാവും കേരളത്തിലൂടെ ഒഴുകുന്നു എന്നുള്ളതാണ് വിവരാവകാശ നിയമപ്രകാരം. ഒരു വർഷം ഒഴുകുന്നു എന്നുള്ളതാണ് വിവരാവകാശ നിയമപ്രകാരം പല ഏജൻസികളിൽ നിന്നും കിട്ടിയ കണക്ക് പ്രകാരം മനസ്സിലാവുന്നത്. ഇതിൽ വലിയൊരു വിഭാഗം ഒഴുകുന്നത് നമ്മുടെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒഴുകുന്ന കോടികളിൽ വലിയൊരു തുക ഇതിന്റെ ഈ തീവ്രവാദ കേരളത്തിലും അതുമാതിരി ഇന്ത്യയിലും തീവ്രവാദം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തീവ്രവാദികളുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതും മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ആഴത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2015 ടോൺ ചാക്കോ എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രശസ്തി ആർജിച്ചു നിൽക്കുന്ന ഒരു നടൻ, അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നടത്തിയിട്ടുള്ള ഈ ലഹരി പാർട്ടിയോടനുബന്ധിച്ചിട്ട് കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വന്നത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ നിന്നും ഒരു വ്യക്തിയും ഇന്ന് വരെ ഈ ലഹരി ഉപയോഗത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുകയോ എന്തിന് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുക പോലും ഉണ്ടായിട്ടില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് 2021 നവംബറിൽ ഇവിടെ എറണാകുളം ചക്കരപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ആക്സിഡന്റിൽ 2 മോഡലുകൾ മരിച്ചു. അവരും ഈ സിനിമാ മേഖലയ്ക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് 1-2 സിനിമകളിലൊക്കെ മുഖം കാണിച്ചിട്ടുള്ളവരാണെന്ന് പറയുന്നു. അവർ കൊച്ചിയിൽ ഒരു പാർട്ടി കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരുപാട് ദുരൂഹതകളുള്ള ഒരു മരണമായിരുന്നു. പക്ഷെ ആ പാർട്ടി പിന്നീട് അതിന്റെ വിവരം പുറത്തു വന്നപ്പോൾ അവിടെയും നടന്നിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിലെ ലഹരി പാർട്ടി ആയിരുന്നു എന്നാണ് പറയുന്നത്. ആ മരണത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണം ചെന്ന് എത്തി നിന്നിട്ട് ഈ ഹോട്ടലിന്റെ ഉടമസ്ഥരിലും അതുമാതിരി തന്നെ
കുറച്ചു പേരിലും ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് ഇപ്പൊ അവരൊക്കെ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ അപൂർവമായി മലയാള സിനിമാ മേഖലയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ലഹരിയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവുമായിട്ട് ഒരുപാട് പേർ ഇവിടെ ആർത്ത് തിമർത്ത് സുഖിക്കുമ്പോൾ നമ്മുടെ സർക്കാർ കേവലം കാഴ്ചക്കാരായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് കാണുന്നത്. 2016 മുതൽ ഞാൻ ഒരു ഇത് പറയാണ്, ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയില് 2016 മുതൽ കേരളം ഒരു ഹബ്ബായി മാറിയെന്നും അതിന്റെ വിൽപ്പനയുടെ തോത് വർദ്ധിപ്പിച്ചു എന്നും പറഞ്ഞപ്പോ ഒരു പ്രമുഖ ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞത് എന്താ വെച്ചാൽ ആ വാല്യൂ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ലഹരി വസ്തുക്കളുടെ വില കൂടിയ കാരണം കൊണ്ടാണ്, അല്ലാതെ ഇവിടെ ഉപയോഗം കൂടിയത് കൊണ്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ വ്യാപ്തി, ഇതിന്റെ തൂക്കം MDMA ആയാലും അതുമാതിരി തന്നെ കൊക്കൈൻ ആയാലും അതുമാതിരി കഞ്ചാവ് ആയാലും ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഇതിന്റെ തൂക്കം വർദ്ധിക്കുന്നത് എന്താ? അതിന് അദ്ദേഹം കണ്ടെത്തിയ ന്യായീകരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉപഭോക്താക്കളുടെ എണ്ണം കൂടി വരും, അതുകൊണ്ടാണ് അത്. അപ്പൊ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് വേണം നമ്മളെ പോലുള്ളവർ ഇതിനെ എതിർക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം രോഹിണി. ആ പ്രശ്നത്തിൽ എന്ത് സംഭവിക്കുന്നു? യഥാർത്ഥ ആരാണോ കുറ്റവാളികൾ അവർ സുഗമമായിട്ട് ഈ ബിസിനസ് ഇവിടെ ചെയ്യുകയും ഇത് മുൻപോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, ഈ സർക്കാരിന്റെ ലഹരി ഉപയോഗത്തോടുള്ള ഒരു നയം പറയാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് കിട്ടിയ വിവരമാണ്. അതായത് വിമുക്തി എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ ചിലവാക്കിയിട്ടുള്ളത് അത് ആരംഭിച്ചത് മുതൽ നാളിതുവരെ 60 കോടി രൂപയാണ്. 10 കോടി മുതൽ 5 കോടി വരെ ഈ 2016 മുതൽ ഈ സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ വിമുക്തി പദ്ധതിക്ക് ചെലവായിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ വലിയൊരു കണക്ക് മനസ്സിലാക്കേണ്ടത്. ദിവസം 6 ലക്ഷം ലിറ്റർ മദ്യമാണ് ഇവിടെ ഈ ജനങ്ങളെ ഈ സർക്കാർ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കിട്ടിയ കണക്ക് പ്രകാരം ആ മദ്യത്തിലൂടെ 55 കോടി രൂപയുടെ നികുതി വരുമാനമാണ് സർക്കാർ ഒരു മാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 55 കോടി രൂപയുടെ നികുതി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 56.36 കോടി രൂപയോളം വിമുക്തി പദ്ധതിക്ക് ചെലവാക്കുന്നു. ഈ വിമുക്തി പദ്ധതി തുടങ്ങിയതിനു ശേഷം 1,20,000 പേര് ലഹരിയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ഈ വിമുക്തി പദ്ധതിയുടെ കേന്ദ്രങ്ങളിൽ ചെന്നിട്ടുണ്ട് പറഞ്ഞു. എത്ര പേര് ഈ വിമുക്തി പദ്ധതിയിൽ നിന്ന് മോചനം നേടി, അതുവഴി മോചനം നേടി എന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് അതിന്റെ ഒരു കണക്ക് സൂക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജനങ്ങളുടെ ഈ ലഹരി വിമുക്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്ന സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ കോടികൾ കായം കലക്കുന്നത് പോലെ കലക്കുക എന്നല്ലാതെ ഈ സർക്കാർ ഇവിടെ ലഹരി വിമുക്തിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ പ്രത്യേക കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഒരു ലൈംഗിക പീഡനമല്ല മലയാള സിനിമാ ലോകത്ത് നടക്കുന്നത്, ലഹരിയുമായി ബന്ധപ്പെട്ട്. ഒരു വരിയും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഏതൊരു വ്യക്തി അവന്റെ സമനില തെറ്റിക്കൊണ്ടൊരു സ്ത്രീക്ക് നേരെ ആഞ്ഞെടുത്ത് അത് ലൈംഗിക പീഡനമാവട്ടെ അല്ലെങ്കിൽ ശാരീരികമായ മറ്റു പീഡനങ്ങളാവട്ടെ നടത്തുന്നുണ്ടെങ്കിൽ അവനിൽ ഏതെങ്കിലും വിധത്തിലുള്ള ലഹരി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സർക്കാർ ഇനിയും മടിച്ചു നിൽക്കാതെ ഇത്തരത്തിൽ മലയാള സിനിമാ മേഖലയിലുള്ള ഈ ലഹരി മാഫിയയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് തയ്യാറാവണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ നിരീക്ഷകർക്ക് പറയാനുള്ളത്.